സുജയ പാർവതി ചേരുന്നുണ്ട്. സുജയ, ഇപ്പോൾ മുണ്ടക്കൈ മേഖല കേന്ദ്രീകരിച്ചാണുള്ളതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അവിടെ NDRFന്റെ ദൗത്യ സംഘം എത്തിയിട്ടുമുണ്ട്. സൈന്യം കൂടുതൽ അവിടേക്ക് എത്തുകയാണ്. എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ? സുജയ്ക്ക് കാണാനാകുന്ന കാഴ്ചകൾ? വിനിത, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ചൂരൽമല ടൗണിലേക്ക് ഒപ്പം മറ്റിടങ്ങളിലേക്കെല്ലാം വെള്ളം കുതിച്ചു വന്ന ഈ വാഹനങ്ങളും ഒപ്പം തന്നെ ആളുകളെയും എല്ലാം ഒഴുക്കിക്കൊണ്ടുവന്ന ഭാഗത്താണ്. ഇവിടെ എല്ലായിടത്തും മുട്ടൊപ്പം ചെളിയായിട്ടുണ്ട്. അതുവഴിയാണ് നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ ശ്രമിക്കുന്നത്. അവിടെ കാലുകളൊക്കെ പൂണ്ടുപോകുന്ന തരത്തിലാണ് ദൃശ്യങ്ങൾ കാണാമെന്ന് കരുതുന്നു. ഇത്രയും ചെളിയുണ്ട്. നമ്മൾ നിൽക്കുന്ന ഇടത്ത് തന്നെ കുഴിഞ്ഞു പോകുന്ന തരത്തിൽ അത്രയും ചെളി വന്ന് അടിഞ്ഞിരിക്കുകയാണ്. ഇവിടെ നിന്നൊക്കെയാണ് പലരുടെയും മൃതദേഹങ്ങൾ, ഈ മരങ്ങളൊക്കെ മുറിച്ചിട്ടിരിക്കുന്നതിന്റെ ഭാഗത്തു നിന്നൊക്കെയാണ് മൃതദേഹങ്ങളൊക്കെ കിട്ടിയത്. വാഹനങ്ങൾ, ആളുകൾ ഒക്കെ ഒഴുകി വന്ന വീടുകളൊക്കെ മണ്ണോട് ചേർന്നിരിക്കുന്ന ദൃശ്യങ്ങൾ ഇവിടെ കാണാം. ഇതുപോലെ തന്നെയുള്ള കാഴ്ചകളാണ് ഈ പ്രഭാതത്തിൽ ഈ ഭാഗം മുഴുവൻ. ഇവിടം കഴിഞ്ഞ് പാലം നിർമ്മിക്കുന്നതിനായിട്ടുള്ള സാമഗ്രികൾ ഇപ്പോൾ സൈന്യം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ തുടങ്ങും. അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് എയർലിഫ്റ്റിംഗ്, അവർ കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ 7:30 തന്നെ എയർലിഫ്റ്റിംഗ് തുടങ്ങും എന്നാണ് പറഞ്ഞത്. പലയിടങ്ങളിലായി ഒറ്റപ്പെട്ട് കിടക്കുന്ന ആളുകളെ, ഇതുപോലെയൊക്കെയുള്ള വീടുകളിലൊക്കെ ഒരുപക്ഷെ ആളുകൾ ഉണ്ടാകാം, അതുകൊണ്ട് തന്നെ ഒരിടവും വിട്ടുകളയുന്നില്ല, എല്ലായിടത്തും പരിശോധിക്കുന്നുണ്ട്. വീടുകളിലെല്ലാം നോക്കൂ, നമ്മുടെ VJ മഹേഷ് ഇങ്ങോട്ടേക്ക് ഒന്ന് പാൻ ചെയ്യുകയാണെങ്കിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ഇരുനില വീടിന്റെ മുന്നിലാണ്. നോക്കൂ, ഇത് ഇരുനില വീടിന്റെ മുൻഭാഗമാണ്. അതിന്റെ സ്വീകരണ മുറിയുടെ പകുതി ഭാഗം വരെ ചെളി അടിഞ്ഞുകൂടിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഭാഗം അവരുടെ മുറ്റമായിരുന്നിരിക്കാം. ഇവിടെ ഇപ്പോൾ നോക്കൂ, ആ സ്വീകരണ മുറിയുടെ പകുതി ഭാഗം വരെ ചെളി നിറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് അങ്ങോട്ടേക്ക് നടന്നു പോകാൻ കഴിയില്ല, കാരണം മുട്ടൊപ്പം ചെളിയുണ്ട്. മാത്രമല്ല സാധനങ്ങളും എല്ലാം വന്ന് അടിഞ്ഞിരിക്കുകയാണ്. ഈ വീട് പോലെയുള്ള ഒരുപാട് വീടുകൾ ഈ ഭാഗത്തുണ്ട്. ഇരുനില വീടുകൾ, അല്ലെങ്കിൽ ഒരു നിലയ്ക്ക് മുകളിൽ ഒരു മുറി മാത്രമായിട്ടുള്ള വീടുകൾ. അങ്ങനെയുള്ള ആളുകളൊക്കെ ഈ വീടിന്റെ മുകൾ തട്ടിൽ കുറെ കാത്തുകിടന്നു. പക്ഷേ വെള്ളം ഇതിന്റെ മുകളിലേക്ക് വരുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തൊക്കെ സംഭവിച്ചത് എന്താണ് എന്ന് വ്യക്തമാകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ഇവിടെ എത്തുമ്പോൾ കാണാൻ കഴിയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേരെ എതിർവശത്താണ്. വെള്ളോർമല ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാം. അതിന്റെ ഭാഗത്ത് ജനസാന്ദ്രതയുള്ള പ്രദേശമാണിത്. നോക്കൂ, അവിടെ തകരാതെ നിൽക്കുന്ന ആ വീടിന്റെ താഴത്തെ നില മുഴുവൻ മണ്ണ് മൂടിക്കിടക്കുകയാണ് നമ്മുടെ ദൃശ്യങ്ങളിലുള്ള. അതിന് തൊട്ടപ്പുറത്തെ വീടിന്റെ ഭാഗം വരെയാണ് മണ്ണിടിഞ്ഞു കയറിയത്. ഒപ്പം തന്നെ മണ്ണും മലവെള്ളവും എല്ലാം ഒലിച്ചെത്തിയപ്പോൾ ഈ വാഹനങ്ങളൊക്കെ മറുഭാഗത്ത് റോഡിൽ കിടന്ന വാഹനങ്ങൾ, ഒപ്പം ഇവിടെ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ, ടൗണിലുണ്ടായിരുന്ന വാഹനങ്ങൾ, അതൊക്കെയാണ് ഇപ്പോൾ ഒഴുകി വന്നിരിക്കുന്നത്. ഇവിടെ കുട്ടികളുടെ ഒപ്പം തന്നെ വലിയ വാഹനങ്ങളെല്ലാം കിടക്കുന്നത് നമുക്ക് കാണാം. ജീപ്പുകളൊക്കെ ഒഴുകിയെത്തി അടിഞ്ഞ ഭാഗങ്ങൾ, അങ്ങനെയുള്ളതൊക്കെയാണ് നമുക്ക് ഇവിടെ എത്തുമ്പോൾ കാണാൻ കഴിയുന്നത്. വിനിത, ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഇവിടെ നിന്ന് ഒരു 2 അടി വെക്കണമെങ്കിൽ പോലും ദുഷ്കരമായ ഒരു പ്രദേശമായി ഈ ഭാഗം മുഴുവൻ മാറിയിരിക്കുകയാണ്. മുട്ടൊപ്പം ചെളിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇത്രയും ചെളി, അതായത് ഒരാളുടെ കാൽമുട്ട് വരെയുള്ള ചെളി ഇപ്പോഴും ഇവിടെ അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ട്. കുറേയൊക്കെ അവർ മാറ്റി, സഞ്ചാരത്തിനായൊക്കെ മാറ്റി, എങ്കിലും അത്രയും തന്നെ ചെളി ഇപ്പോഴും ഈ ഭാഗങ്ങളിൽ അടിഞ്ഞുകൂടി കിടക്കുകയാണ്. ഒരുപക്ഷെ മനുഷ്യരൊക്കെ ഇതിനടിയിൽ ഉണ്ടാകാം. അങ്ങനെയുള്ള തെരച്ചിലുകളും നടത്തുന്നുണ്ട്. ഇനിയിപ്പോൾ സൈന്യം രക്ഷാപ്രവർത്തനത്തിനായി പോകുന്നത് മുണ്ടക്കയുടെ മറ്റൊരു ഭാഗത്തേക്കാണ്. അവിടെ ആളുകൾ ഉണ്ട് എന്ന് കരുതുന്നു. ഇന്ന് പ്രാധാന്യം നൽകുന്നത് കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ എയർലിഫ്റ്റ് ചെയ്യുന്നതിനും അവരെ താൽക്കാലിക പാലം വഴി അക്കരയിലേക്ക് എത്തിക്കുന്നതിനുമാണ്. എവിടെയൊക്കെയാണ് അവർ നിൽക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞുവെന്നാണ് ജില്ലാ കളക്ടർ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ നിന്നൊക്കെയുള്ള ആളുകളെ എത്രയും പെട്ടെന്ന് റെസ്ക്യൂ ചെയ്യുക, റെസ്ക്യൂവിനാണ് ഇന്ന് പ്രാധാന്യം. മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ഇന്ന് ഈ ഒറ്റപ്പെട്ട് നിൽക്കുന്ന മനുഷ്യരെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്, അവരെയൊക്കെ കണ്ടെത്തുക. അതോടൊപ്പം വീടുകളിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നത് ഒന്നുകൂടി ഉറപ്പാക്കുക. ഇരുനില വീടുകളിലൊക്കെ മുകളിലത്തെ നിലയിലൊക്കെ ആളുകൾ കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലായിടത്തേക്കും ഇന്ന് തെരച്ചിൽ വ്യാപിപ്പിക്കുകയാണ് സൈന്യത്തിന്റെ വലിയ സംഘം, ഒപ്പം NDRFന്റെ സംഘം, എല്ലാവരും ചേർന്നുള്ള രക്ഷാപ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളും അവർക്കൊപ്പം നീങ്ങുകയാണ്. വിനീത, തീർച്ചയായും സുജയ സേഫായിരിക്കുക, കാരണം ആ മേഖലയാകെ മണ്ണുമൂടി കിടക്കുകയാണ്. സുജയ കാണിച്ച ദൃശ്യങ്ങൾ എത്രത്തോളം ഭീതിതമാണെന്ന് നോക്കൂ. ഒരു വീടിന്റെ 1-ാം നിലയാകെ മണ്ണുമൂടി കിടക്കുകയാണ്, ചെളി മൂടി കിടക്കുകയാണ്. അവിടെയൊക്കെ ആരെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടാകുമോ എന്നത് തന്നെയാണ് ആശങ്ക. കാരണം പുലർച്ചെ 2 മണിയോടെയൊക്കെയാണ് ഇത് ഉരുൾപൊട്ടൽ ഉണ്ടായത്. അത്രത്തോളം നാശനഷ്ടമുണ്ടായത്. ഉറങ്ങിക്കിടക്കുന്ന സമയമായിരുന്നു പലരും എന്നത് തന്നെയാണ്. TV പ്രസാദ് ഇപ്പോൾ മുണ്ടക്കൈയിലെത്തിയിട്ടുണ്ട്. പ്രസാദ്, ചൂരൽമല കടന്ന് മുണ്ടക്കൈയിലെത്തിയിരിക്കുന്നു. NDRF സംഘവും അവിടെ എത്തി. ആ മേഖലയിലെ രക്ഷാദൗത്യം വലിയ വെല്ലുവിളിയാണ്. മഴ ചാറി തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഏത് രീതിയിലാണ് NDRF സംഘം ആദ്യം മുന്നോട്ട് പോവുക? പിന്നെ ഇതാ നമ്മൾ മുണ്ടക്കൈയിലേക്ക് പോകുന്ന വഴിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാഹന സൗകര്യമൊന്നുമില്ല, റോഡ് മുഴുവൻ തകർന്നിരിക്കുകയാണ്. നടന്നിട്ട് വേണം അവിടെ എത്താൻ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ പോകുന്ന വഴിയിലുള്ള ഒരു ഭീകര ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കണം എന്നുള്ളത് കൊണ്ടാണ്. ഇതാണ് വിനിത, മനോഹരമായ ഒഴുകിയ ഒരു അരുവിയായിരുന്നു ഈ പ്രദേശത്തെ. ചൂരൽമലയിലൂടെ കടന്നു പോകുന്ന ഈ അരുവിയുടെ ഇന്നത്തെ
ചിത്രം നോക്കുക. അതായത് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെയുള്ള പടുകൂറ്റൻ കല്ലുകളാണ് ഓരോ വീടിൻ്റെയും മുകളിൽ വന്ന് വീണ് അങ്ങ് നാമാവശേഷമായി പോയത്. പിന്നെ അതിനുള്ളിലുള്ള മനുഷ്യർ എവിടെയായിരിക്കും എന്നുള്ളത് ഇത് കാണുന്നവർക്ക് ഒന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ആ ദൃശ്യങ്ങൾ ഇങ്ങോട്ടേക്ക് പോയാൽ ഈ അരുവിയുടെ നടുവിൽ ഒരു വീട് കാണാം. ആ വീട് ഏതാണ്ട് പൂർണ്ണമായി തകർന്ന നിലയിലാണ് ഉള്ളത്. അതായത് ഇതിൻ്റെ കരയിലുണ്ടായിരുന്ന വീടാണ് എന്ന് സ്വാഭാവികമായും അറിയാമല്ലോ. ആ നിരയിലുള്ള വീടുകൾ അപ്പാടെ തകർന്ന് താഴേക്ക് പോകുന്ന ഒരു ചിത്രമാണ്. ക്യാമറ ഈ ഭാഗത്തേക്ക് തിരിച്ചാൽ കൂടുതൽ കല്ലുകൾക്കിടയിലൂടെ 2 കാറുകൾ നമ്മൾ ഇന്നലെ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ആ കാറുകൾ അവിടെ തന്നെ കുടുങ്ങിക്കിടക്കുന്നത് കാണാം. വളരെ ദൂരെയാണ്. അതായത് ആ കാണുന്ന ഭാഗത്തൊന്നുമായിരുന്നില്ല ഈ അരുവി. വളരെ നേർത്ത ഒരു അരുവി സുന്ദരമായി ഒഴുകുന്ന ഒരു പ്രദേശമായിരുന്നു ഈ കോലത്തിലായത്. അതായത് പൊട്ടിയൊഴുകിയ ഉരുൾ പൂർണ്ണമായി ഒഴുകി വന്ന് ഒരു പ്രദേശത്തെ ആകെ എടുത്തു കൊണ്ടുപോകുന്നതായിരുന്നു ഇന്നലെ നമ്മൾ ശരി. ടി വി പ്രസാദ് മുണ്ടക്കൈയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് എത്തിക്കുന്നത്. അവിടേക്ക് ദൗത്യസംഘം ഇനിയും എത്തേണ്ടിയിരിക്കുന്നു. കൂടുതൽ NDRF ടീം, സൈന്യമൊക്കെ അങ്ങോട്ട് എത്തേണ്ടിയിരിക്കുന്നു. കരളലിയിക്കുന്ന കാഴ്ചകളാണ്. പൊട്ടുകയാണ് ഉരുൾപൊട്ടലുണ്ടായ വയനാട്ടിലെ കാഴ്ചകൾ കാണുമ്പോൾ. നമ്മുടെ പ്രതിനിധികൾ ഓരോ മേഖല കേന്ദ്രീകരിച്ചും ദൗത്യത്തിന്റെ അപ്ഡേറ്റുകൾ നൽകുന്നുണ്ട്. ടി വി പ്രസാദ്, സുജയ പാർവതി ഉൾപ്പെടെയുള്ളവർ ചൂരൽമല മുണ്ടക്കൈ മേഖലയിൽ എത്തിയിട്ടുണ്ട്. മുബഷീറും അവിടെയുണ്ട്. റിലീഫ് ക്യാമ്പുകളിലെ അവസ്ഥ എന്താണെന്ന് പ്രേക്ഷകർക്ക് അപ്പോൾ ഞങ്ങളുടെ പ്രതിനിധികൾ നൽകുന്നുണ്ട്. ചൂരൽമല, വെള്ളാർമല, മുണ്ടക്കൈ കേന്ദ്രീകരിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാൻ പോവുകയാണ് NDRFും ഒപ്പം സൈന്യവും എല്ലാം തന്നെ. ബെയിലി പാലം നിർമ്മിക്കാനുള്ള നടപടികളിലേക്ക് കടന്നിരിക്കും. അതിനുള്ള സാമഗ്രികൾ എത്തിച്ചിട്ടുണ്ട്. എന്നാൽ NDRF സംഘം അതിന് കാത്തു നിൽക്കാതെ ഇപ്പോൾ തന്നെ കയറിൽ പിടിച്ചുകൊണ്ട് ഈ വെള്ളച്ചാൽ മറികടന്ന് അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. മുണ്ടക്കൈ മേഖലയിലാണ് ആദ്യഘട്ടത്തിൽ തെരച്ചിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ ടി വി പ്രസാദ് ഉൾപ്പെടെയുള്ളവർ തന്നു തുടങ്ങിയിട്ടുണ്ട്. കരളലിയിക്കുന്ന കാഴ്ചകൾ തന്നെയാണ്. എല്ലാ വീടുകളും ഏതാണ്ട് നാമാവശേഷമായ അവസ്ഥയിലാണ്. പല വീടുകളുടെയും 1-ാം നിലയാകെ മണ്ണ് മൂടി കിടക്കുകയാണ്. അവിടെ ആരെങ്കിലുമൊക്കെ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നത് തന്നെയാണ് ഇനി അറിയേണ്ടത്. ആ തിരച്ചിൽ ഓരോ വീടും കേന്ദ്രീകരിച്ചുള്ള തിരച്ചിലായിരിക്കും ആദ്യഘട്ടത്തിൽ നടത്തുക. ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അവരെ എത്രയും പെട്ടെന്ന് പുറത്തെത്തിക്കുക എന്നത് തന്നെയാണ് വലിയ വെല്ലുവിളി. ഇടയ്ക്ക് മഴ ചാറുന്നുണ്ട്. അത് ഒരു രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുമോ എന്നൊരു ആശങ്കയുമുണ്ട്. പക്ഷേ ഇന്ന് പൊതുവിൽ മഴ കുറവായിരിക്കുമെന്നാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന വിവരം. അങ്ങനെയെങ്കിൽ രക്ഷാദൗത്യം എത്രയും പെട്ടെന്ന് ഊർജിതമാക്കുക എന്നത് തന്നെയായിരിക്കും ലക്ഷ്യമിടുന്നത്. ജില്ലാ കലക്ടർ മേഘശ്രീ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ എല്ലാ ടീമും ഒരുമിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ആ മേഖലയിലേക്ക് എന്നത് തന്നെയാണ്. എല്ലാ തത്സമയ വിവരങ്ങളും നൽകുന്നതിന് വേണ്ടി റിപ്പോർട്ടറിന്റെ വാർത്താ സംഘം അവിടെ പലയിടങ്ങൾ കേന്ദ്രീകരിച്ച് നിൽക്കുന്നുണ്ട്. മന്ത്രിതല സംഘം അവിടെ തുടരുകയും ചെയ്യുന്നു. ഗവർണർ ഉൾപ്പെടെയുള്ളവർ, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇന്ന് ഈ രക്ഷാദൗത്യം നടക്കുന്ന മേഖലയിലേക്ക് എത്തുകയും ചെയ്യും. കൂടുതൽ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കേണ്ടതുണ്ട് എന്നതിൽ സംശയമില്ല. എത്രത്തോളം ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു, എത്ര പേരെ കാണാതായിട്ടുണ്ട് തുടങ്ങിയ വിവരങ്ങളിൽ ഇനിയും വ്യക്തത വരേണ്ടിയിരിക്കുന്നു. മേപ്പാടിയിൽ പുലർച്ചെ 3 മണിവരെ മേപ്പാടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഉൾപ്പെടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തിയിരുന്നു. നിരവധി പേരെ, അതിൽ 11 പേരെ ആണ് ഇനി തിരിച്ചറിയാൻ. നേരത്തെ റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ 135 മരണം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടുതൽ പേർ മരിച്ചിട്ടുണ്ടാകും എന്നത് തന്നെയാണ് നിഗമനം എന്ന് പറയുന്നു. പക്ഷേ അതിൻ്റെ ഒരു തീവ്രത എത്രത്തോളമാണെന്ന് മന്ത്രി അറിയിക്കേണ്ടിയിരിക്കുന്നു. അത് കണക്കുകൾ ശേഖരിക്കുകയാണെന്നാണ് റവന്യൂ മന്ത്രി കെ രാജൻ തന്നെ അല്പസമയം മുൻപ് നമ്മോട് പറഞ്ഞത്. നിലമ്പൂരിൽ പോത്തുകൽ മേഖലയിൽ മൃതദേഹം ഒലിച്ചെത്തിയിരുന്നു. ചാലിയാർ പുഴയിലൂടെ ഈ മലവെള്ളപ്പാച്ചിലിൽ കുത്തൊലിച്ച് എത്തിയിരുന്നു നിലമ്പൂർ മേഖലയിൽ. അവിടെയും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ മൃതദേഹം സൂക്ഷിച്ചിരിക്കുകയാണ്. ബന്ധുക്കളൊക്കെ അവിടെ എത്തി മൃതദേഹം തിരിച്ചറിയുന്ന നടപടിയിലേക്ക് കടന്നിട്ടുണ്ട്. മൃതദേഹം മേപ്പാടിയിലേക്ക് എത്തിക്കണമെന്നൊരു ആവശ്യം ഉയർന്നിരുന്നെങ്കിലും അത് തടസ്സമുണ്ട് നിലവിൽ എന്നാണ് റവന്യൂ മന്ത്രി അറിയിച്ചത്. ആർക്കെങ്കിലും നിലമ്പൂരിലേക്ക് പോകാൻ തടസ്സങ്ങളുണ്ടെങ്കിൽ അവരെ സർക്കാർ സംവിധാനം ഉപയോഗിച്ച് അവിടെ എത്തിക്കുന്നതിന് തയ്യാറാണെന്ന് കൂടി